ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്ക് കുറേ ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിലൊക്കെ നിൽക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ രീതിയായിട്ടാണ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ എങ്ങനെ ബോണ്ട് കൊണ്ടുവരണം, അതുപോലെ തന്നെ ഫൈനാൻഷ്യലി എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നമുക്ക് പൈസ എങ്ങനെ കുറേ ഗ്യാദർ ചെയ്തെടുക്കാം, നമുക്ക് ആൾക്കാരെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാം, അങ്ങനെ പല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ രീതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ സമയം ഇപ്പോൾ ഏകദേശം 12 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇരുന്ന് വീഡിയോ കാണുക. അല്ലാത്ത പ്രാവശ്യം നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് കാണുന്നവർക്ക് കാണാം, അല്ലാതെ ജസ്റ്റ് കാണേണ്ടാത്തവർക്ക് ജസ്റ്റ് സ്കിപ്പ് അടിച്ച് പോകാം. അപ്പോൾ ഇന്ന് പറയുന്നത് 12 എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ചാണ്. അതായത് ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബിലും പലയിടത്തും പല വീഡിയോസിലും ഒക്കെ കാണുന്നുണ്ടായിരുന്നു ഈ 12 കുറിച്ച്. അപ്പോൾ എന്താണ് 12? അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മുടെ നെർവസിൻ്റെ ആണെങ്കിലും നമ്മുടെ പല മാസങ്ങളുടെ ആണെങ്കിൽ, അതായത് നമുക്കറിയാലോ 12 മാസം മാസങ്ങളൊക്കെ ആണെങ്കിൽ 12 എന്ന് പറയുമ്പോൾ ഹിന്ദുസിലാണെങ്കിലും മുസ്ലിംസിലാണെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും എല്ലാത്തിനകത്ത് 12 എന്ന് പറയുന്ന നമ്പർ പല ഘടകങ്ങളിലും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ 12 എന്ന് പറയുന്ന സംഖ്യ പല ഇതിലും ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി നമ്മുടെ ഒരു ക്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെയും എന്താണ് 12 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഈ 12 എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് കണക്കാക്കാറുണ്ട്. പൊതുവേ നമ്മൾ 12, 11, 11, 44, അപ്പോൾ അങ്ങനെ പല നമ്പേഴ്സ് നമ്മൾക്ക് ഏഞ്ചൽ നമ്പറായിട്ട് കണക്കാക്കും. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ 12. അപ്പോൾ നമ്മൾ 12 വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് എങ്ങനെ സാധിപ്പിച്ചെടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം വളരെ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ വലിയ ലെങ്തിൽ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, എനിക്ക് പറയുമ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തോർത്തിട്ടാണ് ഞാൻ പല കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചക്രാസൊക്കെ ആണെങ്കിലും ചക്രാസ് 15 ഉണ്ട്, നമ്മുടെ നെർവ്സിൻ്റെ ആണെങ്കിലും അത് 12 ഉണ്ട്, ചക്രാസ് 12 ഉണ്ട്, അങ്ങനെ എല്ലാം എന്താണ് 12 വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 12 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഒരു 12 വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് എങ്ങനെയാണ് ഡ്രീം ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് സക്സസ് കൊണ്ടുവരാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ്. അതായത് നമ്മൾ യൂണിവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് പറയുന്നത്. അതായത് യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, അതായത് യൂണിവേഴ്സാണ് എനിക്കിതിനെല്ലാം തന്നത്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് എപ്പോഴൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് ആദ്യം ഞാൻ പറയാം. നമുക്ക് പകൽ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പകൽ ചെയ്യാം. ഉച്ചയ്ക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കും ചെയ്യാം. ഇതിന് പ്രത്യേകിച്ചൊരു അതായത് ചിലർക്ക് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുകയാണ്, അങ്ങനെ ഒരു സ്പെസിഫൈ ആയിട്ടുള്ളൊരു ടൈം, അതായത് ഇന്ന സമയങ്ങളിൽ അവർക്ക് ചെയ്തുകൂടാ, അങ്ങനെയൊന്നുമില്ല. ഇത് ഏത് മതസ്ഥർക്ക് വേണമെങ്കിലും, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഏത് മതസ്ഥർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 2 രീതിയിൽ ചെയ്യാം. 12 എന്ന് പറയുന്ന ടെക്നിക്ക്. ആദ്യത്തെ കാര്യം, നമ്മൾ ഒരു ബുക്ക് എടുക്കുക. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ബുക്കായിരിക്കണം എടുക്കേണ്ടത്. അതിലിടയ്ക്ക് അഴുക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പറ്റാൻ പാടില്ല. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഇല്ലാത്തതുപോലെ തടസ്സങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ബുക്ക് എന്ന് പറയുമ്പോൾ, ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു പേപ്പറാണ്. ആ പേപ്പർ ഒരു ഒരു വൃത്തിയില്ലായ്മ വന്നു കഴിഞ്ഞാൽ ആ പേപ്പറിൻ്റെ ആ ഒരു മൊത്തത്തിൽ ആ ഒരു രൂപം നമുക്ക് കാണുമ്പോൾ ഉള്ള ഒരു ഇത് അങ്ങ് മാറും. അപ്പോൾ അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വിള്ളലേറ്റ് കഴിഞ്ഞാൽ ആ വിള്ളൽ തുടച്ചു നീക്കാൻ ഭയങ്കര പാടായിരിക്കും. ഒരു വെള്ള പേപ്പർ ചുളുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിവർത്തി കഴിഞ്ഞാലും അവിടെ എന്താണ് ആ ഒരു ചുളിവ് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേപ്പർ എടുക്കുമ്പോൾ വളരെ വൃത്തിയുള്ളൊരു പേപ്പർ എടുക്കുക, ബുക്ക് എടുക്കുമ്പോൾ വളരെ വൃത്തിയുള്ള ഒരു ബുക്ക് എടുക്കുക. ഇനി ആ ഒരു ബുക്കിലേക്കാണ് നമ്മളിനി ഇത് എഴുതാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു 12 എന്ന് പറയുന്നൊരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടൈമിന് വെച്ചിട്ട് നമുക്ക് ഒന്നുകിൽ ആ ഒരു സമയം അനുസരിച്ചിട്ട് ആ ഒരു സമയത്ത് നമുക്ക് 12 എന്ന രീതിയിൽ എഴുതാം. അതായത് സ്പേസ് ഇടണമെന്നില്ല, 12
12 12. ഇത് നമുക്ക് 21 പ്രാവശ്യം നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതാവുന്നതാണ്. നമ്മുടെ വെള്ള പേപ്പറിൽ എഴുതി നമുക്ക് ഇതുപോലെ എഴുതിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, അതിനു മുമ്പ് നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് എന്ത് ആഗ്രഹമാണ് സാധിക്കേണ്ടത്, ആ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ച് നടന്നു എന്ന് വിചാരിച്ച് വേണം നമ്മൾ ഈ 12 12 എഴുതാൻ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഈ 12 12. ഒത്തിരി പേർക്ക് അവർക്ക് കടങ്ങളാണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും ഇതുകൊണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതിന് പകരം നമുക്ക് എന്താണ് നമ്മൾ അനുഭവിക്കുന്ന ദുരിതം എന്താണ്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, അതിൽ മാത്രം ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരണമെന്നില്ല. അപ്പോൾ നമുക്ക് അതായത് ഒരാൾക്ക് എടുത്താൽ പൊങ്ങുന്നത് എന്നുള്ളൊരിതുണ്ടല്ലോ, നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത്, എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ദുരിതം എന്താണ്, അപ്പോൾ എന്താണ് ഞാൻ എൻ്റെ മനസ്സിൽ മുൻകൂട്ടി കാണേണ്ടത്, അത് മുൻകൂട്ടി കണ്ടു വേണം മാത്രം നിങ്ങൾ ഇത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ വെള്ള പേപ്പറിന് 12 12 എഴുതുന്നു, ഒരു 21 പ്രാവശ്യം നിങ്ങൾ എഴുതുന്നു, അതായത് 21 പ്രാവശ്യം എഴുതുന്നു. അതുപോലെ തന്നെ ഒരു മാസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഒന്ന് ചെയ്ത് നോക്കുക. ഈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമുണ്ടല്ലോ, ആ വിചാരിക്കുന്ന കാര്യം നടന്നു എന്ന് വെച്ച് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. 12 12ൻ്റെ ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി അടുത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടെക്നിക്കുമായിട്ടാണ്, അതായത് മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ 12 12 നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി. ഇനി 12 12 നമ്മൾ നോട്ട്ബുക്കിലല്ല എഴുതുന്നത്, നമ്മൾ ഒരു പേന വേണം. ഈ പേനയെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ബ്ലാക്ക് പെൻ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ബ്ലാക്ക്, നമ്മൾ കറുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ മിക്കവരും കറുപ്പിനെ പറ്റിയിട്ട്, അതായത് നമുക്കൊരു ഇരുട്ട് കാര്യങ്ങളാണ് അവിടെ പ്രകീർത്തിക്കുന്നത്, അന്ധകാരം കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു കറുപ്പ് എന്ന് പറയുന്ന നിറം നമ്മൾ പേനയിൽ ഉപയോഗിക്കരുതെന്നാണ് പൊതുവേ നമുക്ക് പറയാറുള്ളത്. അപ്പോൾ കറുപ്പ് എന്ന് പറയുന്ന നിറത്തിന് പകരം നിങ്ങൾക്ക് ഒന്നെങ്കിൽ പച്ച, അല്ലെങ്കിൽ നമുക്ക് നീല, പച്ചയോ നീലയോ വേറെ എന്ത് നിറങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന നിറം എന്ന് പറയുന്നത് പച്ചയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നീലയും പച്ചയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ട്രിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നനവൊന്നും പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നനവുണ്ടോ, അപ്പം ഈ നനവ് കാര്യങ്ങളൊന്നും ഇല്ലാതെ സാധാരണ നമുക്ക് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് തന്നെ സാധാരണ ഇരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പേന എടുത്തിട്ട് സാധാരണ ഏതെങ്കിലും നോട്ട്ബുക്കിലേക്ക് നമ്മളൊന്ന് വരച്ച് നോക്കുക. അതായത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കുക, നമുക്ക് തെളിയുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. തെളിയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തെളിയുന്നുണ്ടെങ്കിൽ നേരെ പേന എടുത്ത ശേഷം നമ്മൾ ഈ 12 12 ഇതുപോലെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് 12 12 ഇതുപോലെ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇനി ഇത് നമ്മളായിട്ട് മായ്ച്ച് കളയേണ്ടതില്ല. നോർമലി നമ്മുടെ കയ്യിൽ ഈർപ്പവും തട്ടി അതല്ലാതെ നമുക്ക് മാഞ്ഞു പോകും. ഈ 12 12 നമ്മൾ എഴുതുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്താണ് മനസ്സിൽ, ഞാൻ ഇപ്പോൾ ബുക്കിൽ എഴുതുന്ന കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ എന്ത് നടക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ പറ്റി ആലോചിച്ച് ആ കാര്യം നടന്നു എന്ന് കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഈ ഒരു വിരൽ ഇടത് കൈയുടെ ഈ വിരലിലാണ് നമ്മൾ എഴുതേണ്ടത്. അത്യാവശ്യം നമ്മൾ ഇത് മോതിര വിരലെന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഒരു വിരലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത് ഈ ഒരു വിരലിൽ. അപ്പോൾ ഈ വിരലിൽ നമ്മൾ ഇങ്ങോട്ടാണ് എഴുതേണ്ടത്. 12 12 ഞാൻ ഇങ്ങനെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ എഴുതിയ ശേഷം നമ്മൾ കണ്ടിന്യൂസ് അത് നടന്നു എന്ന പ്രാവശ്യം ഒരു 10 പ്രാവശ്യം 12 പ്രാവശ്യം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ അതിനെപ്പറ്റി വിചാരിക്കുന്നു, നടന്നു എന്ന രീതിയിൽ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നോട്ട്ബുക്കിൽ 12 12 എഴുതി 21 പ്രാവശ്യം എഴുതി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സഫലീകരിക്കാവുന്നതാണ്. ഇനി ഈ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒപ്പം തന്നെ നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ വിഷമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ദുഃഖത്തിലിരുന്നുകൊണ്ടോ ഇതൊരിക്കലും വിചാരിക്കാൻ പാടില്ല. ഇനി നമ്മൾ ഈ 2 ട്രിക്ക് അല്ലാതെ ഇനി മൂന്നാമത്തെ ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭയങ്കര സ്പീഡിനാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ 12 12 എന്ന് പറയുന്ന സമയത്തിന് നമുക്ക് ഫോണിൽ അലാറം വെക്കാവുന്നതാണ്. കറക്റ്റ് 12 12. അപ്പോൾ ഫോണിൽ ഏറ്റവും ഒരു ഈ 2 പറഞ്ഞ രീതികളെക്കാളും കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് രീതി ഞാൻ പറയുന്നു. അതായത് സ്പോട്ടിൽ നമ്മുടെ മൈൻഡിനെ ഉണർത്തിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ മൈൻഡിൽ റീറൈറ്റ് ചെയ്ത് പറയുന്ന കാര്യം ഒന്നും കൂടെ പുനഃസ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു ട്രിക്കാണ്. നമ്മൾ ഈ 12 12 നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ഫോണിനകത്ത് നമ്മൾ അലാറം ഇട്ട് വെക്കുന്നു. അതായത് രാവിലെ, ഇപ്പോൾ ഉച്ചയ്ക്ക്, രാത്രി. ഇതിൽ ഏറ്റവും ഞാൻ ബെസ്റ്റായിട്ടൊരു ടൈം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയല്ല, നമ്മൾ രാത്രിയാണ് പറയുന്നത്. രാത്രി എന്ന് പറയുന്നത് അർദ്ധരാത്രി സമയമാണ്. വളരെ നിശബ്ദമാണ്, വളരെ നല്ല ആ ഒരു അർദ്ധരാത്രിയും അതുപോലെ പകലും കൂടെ ചേർന്ന് കയറുന്ന ഒരു സമയമാണ്. അപ്പോൾ
ആ രാത്രിയുടെ ആ ഒരു യാമത്തിൽ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് 12 എഴുതിയ ശേഷം നമ്മൾ ഒന്നെങ്കിലും കിടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുകയോ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് 12 എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ബെല്ല് പെട്ടെന്നൊരു അലാറം അടിക്കുകയാണ്. ആ അലാറം അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ 12 നമ്മൾ ഫോണിലൊന്ന് ജസ്റ്റ് നോക്കുക. ഫോണിലൊന്ന് ജസ്റ്റ് നോക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ ആ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ മൈൻഡിൽ എന്ത് ചെയ്യുന്നു, നടന്നു എന്ന് കണ്ടുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ്, ഇപ്പോൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ പറയുന്നു. അതായത് യൂണിവേഴ്സിന് നിങ്ങൾ നന്ദി പറയുന്നു. ഓക്കെ, ഇത് അടുത്തൊരു ട്രിക്ക്. ഇനി അടുത്തൊരു കാര്യം പറയുകയാണ്. നമ്മൾ ഈ 12 എന്ന് പറഞ്ഞ അലാറത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കത്തില്ലേ, സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നൈറ്റ് ഉറങ്ങുന്ന സമയമില്ലേ, അതായത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് 12 ഇങ്ങനെ ബെല്ലടിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തെ 12 ആ കണ്ണിൽ നമ്മൾ കണി കാണുക. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നൊരു ഇതില്ലേ, അതുപോലെ നമ്മൾ ആ 12 കാണുന്നു. ഒരു പോസിറ്റീവ് നമ്പറാണ് 12, ഏഞ്ചൽ നമ്പറാണ് 12. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും, ജൂയിഷിലെ എല്ലാ മതവിഭാഗങ്ങളിലും 12 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 12 ചക്രാസിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലാണെങ്കിലും 12 എന്ന് പറയുന്ന നമ്പർ നമ്മുടെ സമയത്തിലുമൊക്കെ 12 എന്ന് പറയുന്ന നമ്പറിന് അതീവ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുക. ആദ്യത്തെ നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇതിലിഷ്ടം ആ രീതി നിങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഇരിക്കുന്ന സമയങ്ങൾ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ചെയ്യാം. നമ്മൾ കാമായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നല്ല പോസിറ്റീവായിട്ട് എനർജി ഉള്ള സമയത്ത് നമുക്ക് ബുക്കിനകത്ത് 12 എന്ന് എഴുതി നമുക്ക് 21 പ്രാവശ്യം എഴുതി നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കയ്യിലിങ്ങനെ എഴുതി 12 എന്ന് എഴുതി നമ്മുടെ ഇടത് കയ്യിൽ ഈ വിരലിൽ നമുക്ക് എഴുതിയിട്ട് സൂക്ഷിക്കാം. ഇത് എഴുതിയിട്ട് എപ്പോഴാണോ മാഞ്ഞു പോകുന്നത് നമ്മൾ മായ്ച്ച് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ നീല പേനയോ അല്ലെങ്കിൽ പച്ച പേനയോ ആണ് ഉപയോഗിക്കേണ്ടത്, കറുത്ത പേന ഉപയോഗിക്കരുത്. പിന്നെ അതുകൂടാതെ ഇനി നമ്മൾ രാത്രിയിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് അലാറം സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് രാത്രിയിലോ ആയിട്ട് അലാറം സെറ്റ് ചെയ്ത് വെക്കാം. 12 ഉച്ചയ്ക്ക് 12 രാത്രിയിൽ 12 ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഉച്ചയേക്കാളും ഏറ്റവും കൂടുതൽ അനുയോജ്യം എന്ന് പറയുന്നത് രാത്രി തന്നെയാണ്. രാത്രി എന്ന് പറയുന്നത് ആ ഒരു യാമം കയറുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ നിശബ്ദമായിരിക്കും, വളരെ പോസിറ്റീവ് എനർജി പാസ് ചെയ്യുന്ന സമയമായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി എഫക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങിക്കിടന്നിട്ട് സമയത്ത് കേൾക്കുന്ന അലാറം കേട്ട് നമ്മൾ കണ്ണ് തുറക്കുന്നു, 12 കാണുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ മനസ്സിൽ എന്ത് ചെയ്യുന്നു, റിവൈൻ ചെയ്തിട്ട് നമ്മൾ പറയുന്നു. അതായത് ആഗ്രഹിക്കുന്ന കാര്യം പറയുകയല്ല, നമ്മൾ അത് നടന്നു എന്ന് കാണുന്നു. അവിടുന്ന് നമ്മുടെ മനസ്സിലൊരു ഉണർവ് വരുന്നു. നമ്മൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു, നമ്മളെല്ലാ കാര്യങ്ങളും സാധിച്ചു. ദൈവം എനിക്ക് ഒരുപാട് കൈവഴികൾ തന്നു, ഒരുപാട് പണം. ഇപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാണെങ്കിൽ എത്ര രൂപയാണ് കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോടികളോ ലക്ഷങ്ങളോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ടാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 12 എന്ന് പറയുന്നത് 12 മാത്രമായിട്ട് എഴുതുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം എഴുതി ബുക്കിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ആ 12 എന്ന് പറയുന്ന സമയം വരുമ്പോൾ നിങ്ങൾക്ക് ബെല്ലടിക്കുമ്പോൾ അല്ലെങ്കിൽ അലാറം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ 12 ഇത് ഉറക്കെ വായിക്കാവുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് നിങ്ങളുടെ റൂമിൽ ഒറ്റയ്ക്കുള്ള സാഹചര്യത്തിലാണെങ്കിൽ ആ റൂമിലിരുന്ന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വായിക്കാവുന്നതാണ്. മറ്റുള്ളവർ കേൾക്കുമ്പോൾ നമുക്ക് മൈൻഡ് ഡൈവേർട്ടായി പോകും, നമ്മൾ ഫോക്കസ് ഔട്ടായി പോകും, നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിൽ നിന്നും വ്യതിചലിച്ച് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പലർക്കും ചിലർക്കൊന്നും അത് യോജിക്കാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷേ പല മീഡിയകളിലും പലയിടത്തും വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു 12 ലൈഫിൽ എപ്പോഴും നമുക്കൊരു ഏറ്റവും നല്ല നമ്പർ എന്ന് പറയില്ലേ, 12 ഇതൊക്കെ ലൈഫിൽ ഏറ്റവും നല്ല, നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സമയം എടുക്കുമ്പോൾ നമ്മൾ 12 ഒക്കെ നമുക്ക് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒന്നും ആദ്യം സക്സസ് ആയി കാണണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും അത് നടക്കുന്നില്ല. ഇപ്പോൾ 10 വട്ടം എഴുതിയിട്ട് 20 വട്ടം എഴുതിയിട്ട് 45 വട്ടം എഴുതിയിട്ടും നിങ്ങൾക്ക് നടക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളറിയാതെ കുറേ നെഗറ്റീവ് എനർജി ഉണ്ട്. അതായത് നിങ്ങളുടെ മൈൻഡിൽ കുറേ നെഗറ്റീവ് എനർജി ഉണ്ട്. അങ്ങനെ നെഗറ്റീവ് എനർജിയൊക്കെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബാക്കിലോട്ട് പോകുന്നത്. നെഗറ്റീവ് എനർജി വരുമ്പോൾ പോസിറ്റീവ് എനർജി അടുപ്പിക്കുന്നില്ല. നെഗറ്റീവ് കാര്യങ്ങളിലോട്ട് നമ്മുടെ ചിന്ത വ്യതിചലിച്ചു പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ കുറേ വഴികളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്
ബെസ്റ്റ് ഇതാണ് നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിന്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടിരിക്കുക, കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്ത് കാര്യങ്ങൾ നമുക്ക് ദേഷ്യങ്ങൾ വരും, ഏറ്റവും കൂടുതൽ ചിലർക്ക് ഉണ്ടാവുന്ന ഒരു രീതിയാണ് എപ്പോഴും ദേഷ്യം വരിക, ഷൗട്ട് ചെയ്യുക. അപ്പോൾ ദേഷ്യം വരുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്താണ് എത്ര ദേഷ്യം വന്നാലും ഒന്ന് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് അതായത് നമുക്ക് ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും, നമ്മുടെ മൈൻഡിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ഭയങ്കര ടാസ്ക് ആയിരിക്കും കേട്ടോ. ഓപ്പോസിറ്റ് ഒരാൾ ഒന്ന് എത്ര വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിങ്ങനെ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ് ആ ഒരു ദേഷ്യം നമുക്ക് വരും. പക്ഷേ പതിയെ 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 നമ്മളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. പതിയെ 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 നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി വർക്കാവും. ഇനി നമ്മളെ പറ്റി ഒരു നല്ല അവബോധം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ചീത്തയാണ് എന്ന് പറയുന്നതിന് പകരം എന്നെ കൊണ്ട് പറ്റുമെന്നൊരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്ന് എന്നെ കൊണ്ട് പറ്റുമെന്ന ചിന്ത ഉണ്ടാകുന്നോ അന്ന് തൊട്ടാണ് നമ്മുടെ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ വളർന്നു വരാൻ സഹായിക്കുന്നത്. എന്ന് തൊട്ട് എന്നെക്കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്ന സന്ദർഭമുണ്ടോ അന്ന് തൊട്ട് അവിടെയെല്ലാം ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യം നെഗറ്റീവാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നവരാണ്. മനുഷ്യരാണ്, എല്ലാവരും ഓവർ തിങ്ക് ചെയ്യും. ഓവർ തിങ്ക് ചെയ്യാത്തവരാരും ഇല്ല. ഇപ്പോൾ ഞാൻ ഇരുന്ന് പറയുന്ന ഞാനാണെങ്കിൽ തന്നെയും വെറുതെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അതായത് ഞാനിപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭം, ചിലർ കല്യാണം കഴിച്ചിട്ട് എനിക്കൊന്നും ആവാൻ പറ്റിയില്ലല്ലോ എന്ന് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കൊന്നും ആവാൻ പറ്റിയില്ലല്ലോ എന്ന് ഓവർ തിങ്ക് ചെയ്യുമ്പോഴല്ല നമ്മുടെ ആ ഒരു ഉഷിരവിടെ വരുന്നത്. എന്നെക്കൊണ്ട് എന്ത് പറ്റും, എന്നെക്കൊണ്ടത് പറ്റും, അതുകൊണ്ട് ഞാൻ ഇനി നാളെ തൊട്ട് ആ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പോസിറ്റീവ് എനർജി വരുന്നത്. എന്നെക്കൊണ്ട് കല്യാണവും കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തോ ചെയ്യും, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ, ചെയ്യണ്ടായിരുന്നു. അപ്പം വേണ്ടായിരുന്നു എന്ന മനോഭാവത്തിൽ നിന്നും എന്നെക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന മനോഭാവത്തിലേക്ക് എപ്പോഴാണ് ഒരു മനുഷ്യൻ എത്തുന്നതോ ആ എത്തുന്ന മനുഷ്യൻ്റെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ അയാളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒന്നാണ് ഊർജ്ജം. അതായത് ഒരു മനുഷ്യന് ഒരു ജോലി ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഉള്ള കഴിവിനെയാണ് നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഊർജ്ജമാണ്. ഒരു ജോലി ചെയ്യാൻ നമുക്ക് ക്ഷീണിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ഊർജ്ജം കുറവായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഓടിച്ചാടി നടക്കുന്ന ആൾക്ക് ഭയങ്കര ഊർജ്ജമായിരിക്കും. അവർക്ക് പിന്നെ അവരെന്താണ് ഊർജ്ജമായിട്ടിരിക്കും. അതായത് നമ്മളൊരു കാര്യം, പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് മടി പിടിക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന ജോലികൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ഉണ്ടാകും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതോ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പകുതി വെച്ച് ഉപേക്ഷിച്ച് പോകുന്നത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നമ്മൾ അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു ആ ഒരു പോസിറ്റീവിൻ്റെ കണക്കുകൾ മാത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തു, വാവ് ഞാനൊരു ഗ്രേറ്റ് പേഴ്സൺ ആണല്ലോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അഡീഷണൽ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൽ പോസിറ്റീവും നെഗറ്റീവ് എനർജീസ് കുറേയുണ്ട്. നിങ്ങൾക്കറിയാം, നെഗറ്റീവ് എനർജീസിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്യാം. നെഗറ്റീവ് എനർജീസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണ്, നെഗറ്റീവ് എനർജി ഉണ്ട്. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉറപ്പായിട്ടും ഉണ്ട്. ഒരു സത്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു തിന്മയുണ്ട്, ഒരു തെറ്റുണ്ടെങ്കിൽ അവിടെ ഒരു ശരിയുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. ഒരു ബാറ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് നെഗറ്റീവ് ഉണ്ട്, പക്ഷേ ആ നെഗറ്റീവ് വരുത്തി തീർക്കുന്നത് ആരാണ്? നമ്മളാണ്. നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, നമ്മുടെ മനസ്സ് എവിടെയാണോ പ്രവർത്തിക്കുന്നത്, അതുപോലെയാണ് നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വന്നു കയറുന്നത്. നമ്മുടെ മൈൻഡ് എപ്പോഴും നല്ല സന്തോഷവാനും നമ്മൾ ഉന്മേഷവാനും ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ എപ്പോഴും നല്ലതായിരിക്കണം. നല്ല കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക, എങ്കിലും നമ്മൾ എല്ലാ കാര്യവും നല്ല രീതിയിലേക്ക് പോകും. ഇന്നത്തെ സമയം എനിക്ക് മോശമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അന്ന് മുതൽ ആ ഒരു ദിവസം ഫുൾ എനിക്ക് മോശപ്പെട്ട ദിവസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്താവണമെന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ബിലീവ് ചെയ്യുക. മെയിൻ കാര്യം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളെ വിശ്വസിക്കുക. ഞാൻ ഒന്നിനെ വിശ്വസിക്കണം, അത് വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം ഒന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കുക, നിങ്ങളുടെ പ്രവൃത്തിയെ വിശ്വസിക്കുക, നിങ്ങളുടെ കർമ്മത്തെ വിശ്വസിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ എത്തിച്ചേരും. ആ എത്തിച്ചേരുന്നതിന് വേണ്ടി ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും എത്തിച്ചേരും. ആ ഒരു ഉറപ്പ് നമ്മളിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ലവ് ഫെയിലിയർ ഉണ്ട്, അല്ലെങ്കിൽ അവൻ ഉപേക്ഷിച്ചിട്ട് പോയി, എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല, ഞാനിനി എന്താണൊരു മാർഗം എന്ന് ചിന്തിക്കുന്നവർക്ക് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എഴുതി നോക്കാം, ബുക്കിൽ എഴുതി നോക്കാം, വിരലിൽ എഴുതി നോക്കാം. നിങ്ങൾ രാത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ അലാറം വെച്ച് നോക്കാം. നിങ്ങൾക്ക് 12 എന്ന്
പറയുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കുകയാണെങ്കിൽ, ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഡ്രീം ചെയ്യുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു എന്ന് ഡ്രീം ചെയ്യുകയാണെങ്കിൽ ആ ഡ്രീം ചെയ്ത കാര്യം നിങ്ങൾക്ക് നടക്കും. ബിക്കോസ് യൂണിവേഴ്സ് എന്ന് പറയുന്നതും നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നതും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. അതായത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്തുള്ള പല കാര്യങ്ങളും, ശാസ്ത്രലോകം പോലും പല കാര്യങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം ശക്തിയുണ്ട് മനുഷ്യൻ്റെ മനസ്സിന്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഇത്രയും ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുകയാണ്. അവിടെ വെച്ച് നമുക്കൊരു പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങൾ സക്സസ് ആയിട്ട് നടക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി അടുത്ത വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക. ബൈ.